ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ നാട്ടിൽ വെച്ച് വെയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം വെയിൽ കൊള്ളാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും നല്ല രീതിയിൽ തണുത്തിരിക്കുന്നുണ്ട്, കുറച്ച് വെയിലടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇന്നെന്തായാലും വെയിലാണെങ്കിലും തണുപ്പ് തന്നെയാണ്, എങ്കിലും തണുപ്പിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. ഇതെല്ലാം പണ്ട് ഇവിടെ പോർച്ചുഗീസുകാർ നിർമ്മിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. എല്ലാം ഇപ്പോഴും അത് അന്ന് അവർ നിർമ്മിച്ച കെട്ടിടം തന്നെ അവർ മെയിൻ്റെനൻസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ കൊണ്ടുപോവാണ് കേട്ടോ. കൂടുതലും ഇവിടെ ചർച്ചുകളൊക്കെയാണുള്ളത്. എൻ്റെ വഴിയിലെല്ലാം ഇപ്പോഴും ആ ഒരു ഇതിൻ്റെ ഇതിൽ തന്നെയാണ് കൊണ്ടുപോകണം അവർ. ആ അന്നത്തെ ആ ഡിസൈനുകൾ മാറ്റാതെ അതിൻ്റെ ആ സെയിം ഡിസൈൻ അവർ നിർമ്മിച്ചേക്കുന്ന ആ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടുത്തെ എപ്പോഴും ബിൽഡിങ് കൺസ്ട്രക്ഷൻസൊക്കെ അതുപോലെ തന്നെയാണ്. അതിനൊരു ചർച്ചാണ് ഇവിടെ, കൂടുതലും ചർച്ചുകളാണ് ഉള്ളത് കേട്ടോ. പോർച്ചുഗീസുകാർ ഇഷ്ടം പോലെ ചർച്ചുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എല്ലാം പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് സ്ഥലം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തറയായാലും ഒരു പൊടി പോലും ഇല്ല, എല്ലാം ക്ലീനാണ്. എന്ന് വെച്ചാൽ ഇത്രയും പേര് യാത്ര ചെയ്യുന്നതിനാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഒരു സിഗരറ്റ് പോലും കാണാൻ പറ്റില്ല. ഇത് നമ്മൾ ചർച്ചിൻ്റെ കണ്ട ചർച്ചിൻ്റെ അകത്തോട്ട് കയറിയാണ്. ചർച്ചാണെങ്കിൽ എല്ലാം നല്ല ഭംഗി, അതിൻ്റെ ഒരു അത് പറഞ്ഞറിയിക്കാം. എല്ലാ വീട്ടിലും പറഞ്ഞത് തന്നെയല്ലേ, എങ്കിലും ഈ വൃത്തിയും ഭംഗിയും കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ലേ. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയണ്ടേ, അതിൻ്റെ ഒരു ഇതുകൊണ്ട് പറഞ്ഞു കൊണ്ടേ കേട്ടോ. എല്ലാം എന്ന് വെച്ചാൽ ഇത് നമ്മളെ വീട്ടിൻ്റെ അകം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെയാണ്. ഇത് പബ്ലിക് റോഡാണ്, പിന്നെ റോഡല്ല സ്ട്രീറ്റാണ്, എങ്കിലും ആ ഒരു വഴി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ വീട് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ ആണ് ആ വഴിയെല്ലാം ക്ലീനായിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഭംഗിയോടുകൂടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം ഡ്രസ്സുകൾ, സൈഡുകളിലെല്ലാം ഡ്രസ്സ് സെക്ഷനാണ്. ഇവിടെ എല്ലാം വിലക്കുറവുകളാണ്, ഡ്രസ്സെല്ലാം നല്ല വിലക്കുറവിൽ കിട്ടും. പിന്നെ ഇവിടെ ഈ ഫാൻസി ഐറ്റംസ് എല്ലാം വിലക്കുറവായിട്ട് എഴുതി വെച്ചേക്കുന്നത്. ഇത്രയും വില കുറച്ച് എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. പുറത്തൊക്കെ നല്ല റേറ്റുണ്ട്, ഈ സ്ട്രീറ്റിൽ എല്ലാ റേറ്റ് കുറവാണ്. എന്താണെന്ന് അറിയത്തില്ല, പിന്നെ പകുതി പൈസ പോലും നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ പകുതി പൈസ പോലും ഇവിടെ ആവുന്നില്ല. ഫുഡിൻ്റെ കാര്യം അറിയത്തില്ല. ഇവിടെ അടുത്തൊരു ചർച്ച കേട്ടാ. ഇവിടെ എനിക്കൊന്ന് തൊട്ട് അടുത്തടുത്തടുത്ത് ചർച്ചകളാണ്. ഇവിടെ എനിക്കൊന്ന് എന്താ കഴിക്കാനായി കിട്ടുമെന്നൊന്നും, എല്ലാവരും അകത്തൊക്കെ കയറിയിരിക്കുന്നു. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ. എന്തായാലും അകത്ത് പള്ളി തുറന്നില്ല കേട്ടോ. ഇതും അതിപുരാതനമായിട്ടുള്ളൊരു ചർച്ചാണ്. അവിടെ ഫുഡൊക്കെ നിരത്തി വെച്ചേക്കുന്നു. ഫുഡ് കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിക്കാനാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ടൂടെ പോകാമല്ലേ. എല്ലായിടത്തും കസാരകളൊക്കെ നിർത്തിയിട്ടാക്കുവാണല്ലേ. തുറന്നിട്ടുണ്ട്, അകത്തേക്ക് പ്രവേശിക്കുക. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. പഴയ ചർച്ചാണ്. ഇവിടെ 2 പെൺപിള്ളേർ ഉണ്ട്. അവരെന്താണ് പരിപാടി എന്നറിയാൻ വയ്യ. എന്നെ കാത്തു നിന്നണക്കുണ്ട്. എൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നു കേട്ടോ. എന്നെ കാണാൻ വേണ്ടി നിന്നേണമെന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ അകത്തോട്ട് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാവരും പ്രാർത്ഥനാ കാര്യങ്ങളാണ്, എന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു പണി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അലൗഡല്ല, നോ എൻട്രി ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ട് എന്നെ വീഡിയോ പിടിച്ചതിന് കുറച്ച് വഴക്കം പറഞ്ഞ്. ഞാനത് കണ്ടില്ലായിരുന്നു, കാണാതെയാണ് വീഡിയോ പിടിച്ച്. ഇനിയിപ്പോൾ വെള്ളിയോട്ടിറങ്ങി നടക്കാം. ഒരുപാടുണ്ടല്ലേ, പളനിയിലെ പടി പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇഷ്ടംപോലെ പടികളുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ എങ്ങോട്ട് പോയാലും ഇതിനും ഒരു കുറവില്ല കേട്ടോ. പടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നൊന്നര പടികളായിരിക്കും. അതിനിപ്പോൾ പള്ളിയിലോട്ട് പോകാനാണെങ്കിലും അമ്പലത്തിലോട്ട് പോകാനാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും പടികൾ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പം എങ്ങോട്ട് പോയാലും പടികൾക്ക് ഒരു കുറവുമില്ല. എന്തായാലും മുമ്പിലോട്ട് പോയി നോക്കാം. ഇനി ഈ ബിൽഡിങ് എവിടെ പോയാലും കാണാൻ പറ്റും കേട്ടോ. ഒരു കാസിനോ ആണ്. ഞാൻ അവിടെ പോയായിരുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പോർച്ചുഗീസുകാരുടെ കളറിൽ തന്നെ ഒരു ബിൽഡിങ്. അത് ഇപ്പോഴും ആ കളറിൽ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. താഴോട്ട് ഗുഹ കണക്കെ കാണുന്നു. എന്താണെന്തോ താഴോട്ടൊരു ലിഫ്റ്റും കാണുന്നു. താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. ഇവിടെ നിന്ന് എല്ലാ സ്ട്രീറ്റുകളും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി നോക്കാം. അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നറിയാം. അങ്ങോട്ടെത്തിയപ്പോൾ ഇവിടെ കൊള്ളാൻ നല്ല രസമുണ്ട് കേട്ടാണ്. എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ എങ്ങോട്ട് പോയാലും ഉണ്ടല്ലേ ബോറടിക്കുന്നൊന്നുമില്ല കേട്ടോ.
ഒറ്റയ്ക്കാണെങ്കിൽ കൂടി ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, എങ്ങോട്ട് പോയാലും ബോറടിക്കില്ല. അത് പിന്നെ ഒരു കാര്യമാണ് കേട്ടോ. എങ്ങോട്ട് പോയാലും കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. എനിക്കിന്ന് ഇവിടെ എല്ലാം പെണ്ണുങ്ങളാണ് കൂടുതലെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങോട്ട് പോയാലും പെണ്ണുങ്ങളെ മാത്രമേ കാണാറുള്ളൂ, ആണുങ്ങളെ കാണുന്നത് വളരെ ചുരുക്കമാണ്. ടൂറിസ്റ്റുകളാണെങ്കിലുണ്ട്, ഇവിടുത്തെ ലോക്കൽസ് കൂടുതലും പെണ്ണുങ്ങളാണുള്ളത് കേട്ടോ. ഇതും കസിനോ ഏരിയയാണ് കേട്ടോ. നടന്ന് ഇറങ്ങുന്ന ഇവിടെ പിന്നെ കൂടുതലും കസിനോ ഏരിയകളും ആണ് കൂടുതലുള്ളത്. കസിനോ, ബാറ്, ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന ഇതിലുള്ള കാഴ്ചകളാണ്. നല്ല ചെടികളൊക്കെ നട്ട് വെച്ചായിരുന്നു. ഒറിജിനലാണെന്ന് അറിയുമ്പോൾ ഞാൻ തൊട്ട് നോക്കി കേട്ടോ. ഒറിജിനൽ തന്നെ കേട്ടോ. അത് നമ്മളെ നാട്ടിലെ പൂവരോടെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇനി പുറത്തോട്ട് പോവാം. ഇവിടെ കസിനോയിട്ട് നാളെ കയറിയല്ലേ, ഞാൻ കയറിയിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. കസിനോ സിനിമയുടെ മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ട് ആ ഒരു ഹരത്തിൽ കയറിയതാണ്. അവിടെ ഒന്നും ഇല്ലായിരുന്നു. സിനിമയിൽ കാണുന്ന അത്ര ഭംഗിയൊന്നുമില്ല. അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ട് വീഡിയോ എടുത്തതിന്. അവിടെയും വീഡിയോ അലൗഡല്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് വലുതായിട്ട് കുഴപ്പമൊന്നും വന്നില്ല. വലിയ ആഗ്രഹിച്ചാണ് അങ്ങോട്ടും പോയത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഇന്നത്തെ കാഴ്ച ഇവിടെ